أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഴിഞ്ഞ ഡിസംബർ 2-ാം വാരം കേരളത്തിലൊരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടിരുന്നു. തടവർക്കാലം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. കേരളത്തിൽ ആദ്യമായി NIA കേസെടുത്ത് നേരിട്ട് അന്വേഷണം നടത്തിയ പാനായിക്കുളം കേസ്, അതിൻ്റെ ഭാഗമായി ജയിൽ വാസമനുഷ്ഠിക്കേണ്ടി വന്ന ഈരാറ്റുപേട്ട സ്വദേശി സഹോദരൻ റാസിഖ് റഹീം, അദ്ദേഹത്തിൻ്റെ ജയിൽ അനുഭവങ്ങളെയും മൊത്തം ഇന്ത്യയിൽ സമാനമായ അനുഭവങ്ങൾ പേർന്ന മറ്റുള്ളവരെയും ഉപജീവിച്ചുകൊണ്ട് എഴുതിയ ആ പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള മറ്റ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തോട് എങ്ങനെയാണ് ജയിലിലെ അനുഭവങ്ങൾ ഇത്രനാൾ കഴിഞ്ഞ 15 വർഷത്തോളമായി താങ്കൾക്ക് ഓർത്തുവെക്കാൻ സാധിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ FBയിൽ ഫേസ്ബുക്കിൽ വായിക്കുകയുണ്ടായി. അദ്ദേഹം അതിൽ പറഞ്ഞത്, കേരളത്തിലെ ഓരോ തെരുവോരങ്ങളിലും ഓരോ പട്ടണങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിയും SIOയും GIOയും സോളിഡാരിറ്റിയും ജയിൽവാസം കഴിഞ്ഞതിന് ശേഷം എന്നെക്കൊണ്ട് ഈ ജയിലനുഭവങ്ങൾ നടന്ന് പറയിപ്പിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു വള്ളിപ്പുള്ളി തെറ്റിപ്പോവുക എന്ന് റാസിഖ് റഹീം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, സോളിഡാരിറ്റിയും SIOയും GIOയും അടങ്ങുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ മറ്റെല്ലാ പ്രതിനിധാനങ്ങളും ഈ നാടിൻ്റെ ഓരോ സ്പന്ദനങ്ങളിലും എങ്ങനെയാണ്, എത്രമേലാണ് അതിൻ്റെ, നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ച നീതിക്കൊപ്പം ചേർന്ന് നിൽക്കുക, ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ നിങ്ങളുടെ ചുമരിൽ പ്രതിധ്വനിപ്പിക്കുക എന്ന ഉത്തരം ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അവസാനത്തെ സാക്ഷ്യമാണ് റാസിഖ് റഹീമിൻ്റേത് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അള്ലിമ ഔ ഉള്ളിലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്നാണ്. പടച്ചവനെ, ഞാൻ നിന്നോട് അഭയം തേടുന്നു, നിന്നോട് പ്രാർത്ഥിക്കുന്നു, കാവൽ തേടുന്നു. അതായത് അൻ അളില്ല, ഞാൻ വഴിപിഴച്ചു പോകുമോ എന്നുള്ളതാണ് എൻ്റെ വലിയൊരു പേടി. ഞാനായിട്ട് വഴിപിഴച്ചില്ലെങ്കിൽ ഔ ഉളല്ല, മറ്റുള്ളവർ എന്നെ വഴിപിഴപ്പിക്കുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. ഔ അസില്ല, അതല്ലെങ്കിൽ ഞാൻ വെച്ചുകുത്തി വീഴുമോ, അതല്ലെങ്കിൽ എൻ്റെ കാലെങ്ങാനും തെറ്റി ഞാൻ വീണുപോകുമോ എന്നാണ് എൻ്റെ പേടി. ഔ ഉസല്ല, അതല്ലെങ്കിൽ മറ്റൊരാൾ എനിക്ക് വേണ്ടി വെച്ച കെണിയിൽ ഞാൻ പെട്ടുപോകുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. ഔ അള്ളിമ, ഞാൻ മറ്റൊരാളെ ആക്രമിക്കുന്നതിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഔ ഉലമ, മറ്റൊരാളാൽ ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന് അഭയം തേടുന്നു. ഔ അജ്ഹല, ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് അറിയാതെ പോകുന്നതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. ഔ യുജ്ഹല അലയ്യ, അതല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് അറിയാതെ പോകുന്നതിൽ, അതായത് ഞാൻ അജ്ഞനും അജ്ഞാതനുമായി പോകുന്നതിൽ നിന്ന് പടച്ചവനെ നിന്നോട് അഭയം തേടും. യഥാർത്ഥത്തിൽ നമ്മളെ അറിയാനും അതേസമയം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അറിയാനും സ്വയം നിലക്ക് അജ്ഞനും അജ്ഞാതനുമായി പോകാതിരിക്കാനുള്ള അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയുടെ സാക്ഷ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ പൊതുസമ്മേളനത്തിൽ നമ്മൾ ഇവിടെ പങ്കെടുത്ത് ഇവിടെ നിന്ന് വിടവാങ്ങുന്നത്.
യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജമാഅത്ത് ഇസ്ലാമി എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ബഹുമാന്യനായ അമീർ കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്നുള്ളത് ഈ വിമർശനങ്ങളുടെ നടുമുറ്റത്ത് നിൽക്കുമ്പോഴും എൻ്റെ മുമ്പിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരി സഹോദരന്മാർ ഇനി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും ജമാഅത്ത് ഇസ്ലാമിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രാദേശിക പ്രവർത്തനങ്ങളിൽ അവരേർപ്പെടുമ്പോഴും അവർക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന ചില ബോധ്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരത്തിൽ ചിലത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണത്. കാരണം അൽ ഇൽമു ഖബ്ലൽ അമൽ, അമലിന് മുമ്പ് ഇൽമുണ്ടാവുക എന്നുള്ളത് ഏത് അമലിൻ്റെയും വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയിൽ പണിയെടുക്കുന്ന ഒരാൾ, ജമാഅത്ത് ഇസ്ലാമിയോട് സഹകരിക്കുന്ന ഒരാൾ, ജമാഅത്ത് ഇസ്ലാമി എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അൽ ഇൽമു ഖബ്ലൽ അമൽ, ആ അമലിലേക്ക് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഈ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ഇൽമ് എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് സയ്യിദ് മൗദൂദിയെയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ മൗലിക ആദർശങ്ങളെയും കുറിച്ച് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ആലോചിച്ച് നോക്കുക, 900 എന്നുള്ളത്, നമ്മളിപ്പോൾ 917 ബൽഫോർ പ്രഖ്യാപനത്തെക്കുറിച്ച്, ഫലസ്തീൻ രൂപാന്തരപ്പെടുന്ന ബ്രിട്ടീഷ് മാൻഡേറ്റിനെ കുറിച്ച്, 917 ബൽഫോർ പ്രഖ്യാപനത്തിന് ശേഷം 920 മുതൽ 948 വരേക്കും നടക്കുന്ന അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച്, 948 സ്ഥാപിതമാകുന്ന ഇസ്രയേൽ സ്റ്റേറ്റിനെ കുറിച്ച്, അവിടെ നടക്കുന്ന തദ്ദേശീയ ജനതയോട് ഒരർത്ഥത്തിലും നീതീകരിക്കാനാകാത്ത ചെയ്ത് അന്താരാഷ്ട്ര വേദിയായ ഐക്യരാഷ്ട്രസഭ ചെയ്തതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ 917 നടക്കുന്ന വളരെ കൃത്യമായ ബൽഫോർ പ്രഖ്യാപനത്തോടൊപ്പം നടക്കുന്ന 917 സയ്യിദ് മൗദൂദിയെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും അതല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ അടരുകളെയും വേരുകളെയും തേടിപ്പോകുമ്പോൾ ഒരു നൂറ്റാണ്ട് പിന്നിട്ടുകൊണ്ട് നമുക്ക് ഏത് ഇസ്ലാമിനെ കുറിച്ചായിരുന്നു അന്ന് ടേബിളിങ്ങിന് മേശപ്പുറത്ത് വെച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വളരെ കനപ്പെട്ടൊരു വസ്തുതയാണ്. 917 ബൽഫോർ പ്രഖ്യാപനത്തോടൊപ്പം നടക്കുന്ന ലോകത്തെ വളരെ പ്രധാനപ്പെട്ടൊരു ട്രീറ്റിയായിരുന്നു സൈക്കസ് പീക്കോ ട്രീറ്റി എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയും ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രിമാരുമായിരുന്ന സൈക്കസും പീക്കോയും തമ്മിൽ നടക്കുന്ന ഈ കരാറിനെ കുറിച്ചാണ് സൈക്കസ് പീക്കോ കരാർ എന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, 924 അദൃശ്യമാക്കപ്പെട്ട അതല്ലെങ്കിൽ പിരിച്ചുവിടപ്പെട്ട ലോകത്തെ സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ പരിണതിയും പ്രത്യാഘാതവും എന്ന വണ്ണം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ നടുമുറ്റത്ത്, അതുപോലെ തന്നെ ഇസ്തംബൂളിൽ വെച്ചുകൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു ഇസ്ലാമിയ ഖിലാഫത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഖിലാഫത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ബേജാറുള്ളൊരു കാലമാണ്. പക്ഷേ 917 നമ്മൾ ഫലസ്തീനിൻ്റെ ചരിത്രം പറയുമ്പോൾ 917 അതേ കൊല്ലം തന്നെ ബ്രിട്ടീഷുകാരൻ്റെ മറ്റൊരു ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് സൈക്കസ് പീക്കോ കരാർ. സൈക്കസ് പീക്കോ കരാർ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് എങ്ങനെയാകണം മുസ്ലിം ലോകത്തിൻ്റെ ഭാവി എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. ഉസ്മാനിയ ഖിലാഫത്തിന് കീഴിലുള്ള രാജ്യങ്ങളെ തങ്ങളിൽ ആരാണ് വീതം വെച്ച് തങ്ങൾക്ക് കീഴിൽ ചായം പൂശിക്കൊണ്ട് അതിർത്തി നൽകിക്കൊണ്ട് ഏതൊരു കൂട്ടരെയാണ് തങ്ങളുടെ കോളനികളാക്കി വെക്കേണ്ടത് എന്ന് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും തീരുമാനിച്ച കാലമായിരുന്നു യഥാർത്ഥത്തിൽ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ആ സന്ദർഭത്തിലും പശ്ചാത്തലത്തിലും നടക്കുന്ന കാലം. ഇന്ന് ഈ ലോകത്ത് നമ്മൾ കാണുന്ന ഒരുപാട് രാജ്യങ്ങൾ, ഇറാഖാകട്ടെ, ലബനാനാകട്ടെ, സൗദി അറേബ്യ ആകട്ടെ, ഇന്ന് നമ്മൾ കാണുന്ന ഈ രാജ്യങ്ങളെല്ലാം നിലവിൽ വരുന്നത് ഈ കാലത്തിന് ശേഷമാണെന്ന് ആലോചിക്കുമ്പോഴാണ് തങ്ങൾക്ക് കീഴിൽ തങ്ങൾക്ക് ചൊൽപ്പടിക്ക് നിർത്താവുന്ന പപ്പറ്റുകളെ വെച്ചുകൊണ്ട്, പാവ സർക്കാരുകളെ വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഗോത്രങ്ങളെയും ഭരണാധികാരികളെയും വെച്ചുകൊണ്ട് സാമ്രാജ്യത്വം അതിൻ്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നേടിയെടുത്ത ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. 924 ഒരു ഖിലാഫത്ത് തകർന്നു പോവുക മാത്രമല്ല ചെയ്തത്, മറിച്ച് മുസ്ലിം എന്ന് പറയുന്ന ഐഡന്റിറ്റിയെ തേച്ചു മാച്ച് കളയാനുള്ള ശ്രമം നടന്ന കാലമായിരുന്നു.
അതുകൊണ്ടാണ് തുർക്കിയിൽ നിങ്ങൾക്ക് മുസ്തഫ കമാൽ അത്താതുർക്കിൻ്റെ പരിഷ്കാരങ്ങളുടെ ഭാഗമായി അവിടെ പള്ളികളിൽ നിന്ന് ബാങ്കുലി നിലച്ചുപോയത്, മിനാരങ്ങൾ തച്ചു തകർക്കപ്പെട്ടു പോയത്, അവിടെ അറബി ലിപികൾ നിയമവിധേയമല്ലാതാവുകയും നിരോധിക്കപ്പെടുകയും ചെയ്തത് എന്നുള്ളത് അറിയുമ്പോഴാണ് 100 കൊല്ലം മുമ്പുള്ള ചരിത്രത്തെക്കുറിച്ചാണ് ഇങ്ങനെ അത്ഭുതകരമായി ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് എന്നുള്ള ഒരു വസ്തുത നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. 924 അതിനുശേഷം പ്രത്യേകിച്ചും ക്യാപിറ്റലിസ്റ്റ് അമേരിക്കയും അതല്ലെങ്കിൽ സാമ്രാജ്യത്വ രാജ്യങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ, അവർക്ക് പൊതുവിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശത്രു എന്നുള്ളത് മതമൂല്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വലിയ ഐഡിയോളജി എന്ന് പറയുന്നത് മൂല്യനിരാസമായിരുന്നു. ഇസ്ലാമിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അന്നത്തെ അറബ് യൂണിവേഴ്സിറ്റികളിലെ പോലും നമ്മൾ ആദ്യമായി കാണുന്നത് ഇസ്ലാം ഇവിടെ ഇതാ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് സീസർക്കുള്ളത് സീസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്ന് ക്രൈസ്തവ ചർച്ചിനെ ഉപജീവിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന വർത്തമാനം മാലില്ലാഹി ലില്ലാഹി വമാ ലി ഖൈസർ ലി ഖൈസർ, പടച്ചവനുള്ളത് പടച്ചവന് കൊടുക്കുകയും സീസറിനുള്ളത് സീസറിന് കൊടുക്കുകയും ചെയ്യണമെന്നുള്ളത് അറബ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മുഴങ്ങിക്കേട്ട കാലമായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജോർദൻ യൂണിവേഴ്സിറ്റിയിൽ അന്ന് മുഴങ്ങിയിരുന്ന മുദ്രാവാക്യങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണം. അല്ലാഹു മയ്യിത്തുൻ അല്ലാഹു യബ്ഖാ മയ്യിത്തൻ വഖദ് ഖതൽനാഹു നഹ്നു. നമ്മൾ അല്ലാഹുവിനെ കൊന്നിരിക്കുന്നു, നമ്മൾ അല്ലാഹുവെ ഇവിടെ നിന്ന് റദ്ദ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നമുക്കിനി ഒരു ദൈവമില്ല എന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് അറബ് യൂണിവേഴ്സിറ്റികളിൽ നിന്നായിരുന്നു എന്നറിയുമ്പോഴാണ് അല്ലാഹു മല്ലാഹു മാ തല്ലാഹു മിൻ ഖബ്ലു, ഏതല്ലാഹുവിനെ കുറിച്ചാണ്, എന്തല്ലാഹുവിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? മാ തല്ലാഹു മിൻ ഖബ്ലു, പടച്ചവനൊക്കെ മരിച്ചിട്ട് കൊല്ലം കുറേ ആയില്ലേ എന്ന് 930കളിൽ ജോർദൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അലി അബ്ദുർ റാസിക്കിന് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം രചിക്കാൻ പറ്റുന്നത്. എപ്രകാരമാണോ ക്രൈസ്തവ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം മതം അതിൻ്റെ പ്രൈവറ്റ് അഫയേഴ്സിൽ ഒതുങ്ങണമെന്നും സ്വകാര്യ ജീവിതത്തിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനാധികാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രൈവറ്റ് അഫയേഴ്സിൽ മതത്തിൻ്റെതായി കരുതാമെന്നും, എന്നാൽ നാട്ടിലോട്ടും ഈ രാജ്യത്തോട്ടും ഈ ലോകത്തിനോടും ഈ ജനതയോടും സംസാരിക്കാൻ നിങ്ങൾ മതമൂല്യങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ള തിട്ടൂരങ്ങൾ ഒരു കാലത്ത് ക്രൈസ്തവ യൂറോപ്പിനെ ഉപജീവിച്ചുകൊണ്ടാണ് കേട്ടിരുന്നത് എങ്കിൽ പിന്നീട് നമ്മൾ കേട്ടത് അലി അബ്ദുർ റാസിക്കിൽ നിന്നാണ്. പക്ഷെ അലി അബ്ദുർ റാസിക്കിനെ തിരുത്താനുള്ള മഹാമനസ് അന്നത്തെ അസ്ഹർ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അസ്ഹരി പട്ടം തിരിച്ചു വിളിച്ചുകൊണ്ട് അന്നത്തെ അസ്ഹർ മാനേജ്മെന്റ്, അസ്ഹർ അതോറിറ്റി കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ 100 കൊല്ലങ്ങൾക്കിപ്പുറം സിസിയുടെ അസ്ഹർ അതല്ലെങ്കിൽ സിസിക്ക് കീഴിലുള്ള അസ്ഹറിൻ്റെ അതോറിറ്റി അങ്ങനെയൊന്ന് വർത്തമാനം പറയുമോ എന്നുള്ളതിനെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കാലമാണ്. അവിടെയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് നാം വിട്ടുവരുന്നത്. അവിടെയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന നായകന്മാർ ഇസ്ലാമിൽ സ്മൃതിനാശം സംഭവിച്ച, ഇസ്ലാമിൻ്റെ വളരെ അനിവാര്യമായൊരു ഭാഗത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നൊരു കാലത്ത് അതിനെ വളരെ ശക്തിമത്തായി അതിനെ അടിവരയിട്ടുകൊണ്ട് സംസാരിക്കുന്നൊരു കാലത്തിലേക്ക് പോകേണ്ടി വരുന്ന രചനകളും പ്രസംഗങ്ങളും ഉണ്ടായത് എന്ന് ഈ ചരിത്ര സന്ദർഭത്തെക്കുറിച്ച് നമ്മൾക്ക് ഓർമ്മ വേണം. അങ്ങനെയാണ് സയ്യിദ് അബുൽ അല മൗദൂദിയുടെ രചനകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഹസനുൽ ബന്നയുടെ നേതൃത്വത്തിൽ 928 മുസ്ലിം ബ്രദർഹുഡിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. അതായത് ഇസ്ലാമിക ലോകത്ത് ഇസ്ലാം എന്നുള്ളത് എന്താണ് എന്ന് ദാർശനികമായും ആദർശപരമായും അതിൻ്റെ സമഗ്രതയെക്കുറിച്ചും സമ്പൂർണതയെക്കുറിച്ചും വിളിച്ചു പറയാനുള്ള നവോത്ഥാന ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് വന്ന നവോത്ഥാന നായകരായിരുന്നു അവരെന്ന് മനസ്സിലാക്കുമ്പോഴാണ് സയ്യിദ് മൗദൂദിയെക്കുറിച്ച് നമുക്ക് സയ്യിദ് മൗദൂദി ജമാഅത്ത് ഇസ്ലാമിയുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷെ സയ്യിദ് മൗദൂദി സ്വയം നിലക്കാരായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സയ്യിദ് മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് തന്നെ നിങ്ങൾ മാറ്റിവെക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ ബാനിയെ അവലെന്നോ ആദ്യത്തെ അമീർ എന്നോ ഉള്ള ജമാഅത്തെ ഇസ്ലാമി നൽകുന്ന അതിൻ്റെ ആട്രിബ്യൂട്ട് സയ്യിദ് മൗദൂദിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് തന്നെ സയ്യിദ് മൗദൂദിയുടെ പണ്ഡിത വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഏത് തൂലികയാണ്
ഏത് പ്രസംഗങ്ങളാണ്, ഏത് എഴുത്തുകളാണ് പകച്ചു നിന്നുപോയ മുസ്ലിം മസ്തിഷ്കങ്ങൾക്ക്, മുസ്ലിം ദിഷണകൾക്ക് സാമ്രാജ്യത്വത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും കടന്നുകയറ്റത്തിൻ്റെ സമയത്ത് ഇസ്ലാമിൻ്റെ ഭൂമികയിൽ നിന്ന് ക്ഷമാപണ മനസ്ഥിതിയില്ലാതെ, അപകർഷതാബോധമില്ലാതെ സംസാരിക്കാൻ പ്രാപ്തമാക്കിയതെന്ന് ചോദിക്കുമ്പോഴാണ് സയ്യിദ് അബുൽ അലാ മൗദൂദിയുടെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നത്. ഒരു കാലത്ത് ദൈവത്തെ കുഴിച്ചുമൂടി എന്ന് പറഞ്ഞിരുന്ന രാജ്യങ്ങൾ, അത് സോവിയറ്റ് റഷ്യയുടെ ഉപഗ്രഹ രാജ്യങ്ങളായി മനസ്സിലാക്കപ്പെട്ടിരുന്ന എല്ലാ രാജ്യങ്ങളും, തുർക്ക്മാനിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും അദർബൈജാനും ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് രാജ്യങ്ങളടക്കം, എത്രത്തോളം എന്നാൽ അൽബേനിയയിൽ നാഷണൽ മ്യൂസിയം ഓഫ് എത്തിയിസം, നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ കോരിത്തെരിച്ചു പോകുന്ന നാഷണൽ മ്യൂസിയം ഓഫ് എത്തിയിസം. എന്താണ് നാഷണൽ മ്യൂസിയം ഓഫ് എത്തിയിസം? അതായത് നിരീശ്വരവാദത്തിൻ്റെ നാഷണൽ മ്യൂസിയം. അതായത് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്തതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മ്യൂസിയത്തിൽ വരൂ. ഇന്നുമുണ്ട് നാഷണൽ മ്യൂസിയം ഓഫ് എത്തിയിസം. അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം എന്താണ് പ്രദർശന വസ്തുക്കൾ. പ്രദർശന വസ്തുക്കളിൽ മിമ്പറുണ്ട്, മിഹ്റാബുണ്ട്, അവിടെ നിങ്ങൾ നമസ്കരിച്ചിരുന്ന മുസല്ലകളുണ്ട്, ഓതിയിരുന്ന ഖുർആനുണ്ട്. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൽബേനിയയിൽ ഇസ്ലാം തിരിച്ചു വന്നു, അത് വേറൊരു കാര്യം. പക്ഷെ ആരോടാണ്, ഏത് ദിഷണയോടാണ്, ഏത് തൂലികകളോടാണ്, എഴുത്തുകളോടാണ് മുസ്ലിം ലോകം കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിലെ മുൻനിര നായകരിൽ ഒരു സ്ഥാനമെങ്കിലും സയ്യിദ് അബൂൽ അലാ മൗദൂദിക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത് നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സയ്യിദ് മൗദൂദിയോടുള്ള ഒരു കെറുവ്, സയ്യിദ് മൗദൂദിയോടുള്ള കെറുവ് തീർക്കാൻ ഒരുപക്ഷെ സയ്യിദ് മൗദൂദി ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടത് നമ്മൾ ഇന്ന് മനസ്സിലാക്കപ്പെടുന്ന തലത്തിലല്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത്. കാരണം സയ്യിദ് മൗദൂദിക്ക് തൂക്കുകയർ വിധിക്കപ്പെടുന്നത് ഇസ്ലാമിൻ്റെ മൗലിക തത്വത്തെ ഏറ്റവും ഊന്നിപ്പറയാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഖത്മുൻ നുബുവത്തുമായി ബന്ധപ്പെടുത്തിയ, പ്രവാചകത്വ പരിസമാപ്തിയുമായി ബന്ധപ്പെടുത്തിയ, മുസ്ലിം മണ്ണിലേക്ക് വേരാഴ്ത്താൻ വേണ്ടി കൃത്യമായ പദ്ധതികളോടുകൂടി ബ്രിട്ടീഷ് കൊളോണിയൽ പ്രൊജക്റ്റായി വന്ന ഖാദിയാനിസത്തിനെതിരെ ഖാദിയാനി മസല എഴുതുന്നതിൻ്റെ പേരിൽ സയ്യിദ് മൗദൂദിക്ക് വധശിക്ഷ വിധിക്കപ്പെടുന്നുണ്ട്. വധശിക്ഷ വിധിക്കപ്പെടുന്ന കാലത്ത് മുസ്ലിം ലോകം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, അദ്ദേഹം പറയുന്നുണ്ട് വേണമെങ്കിൽ ഒരു ക്ഷമാപണ കത്തോടുകൂടി അവസാനിപ്പിക്കാമായിരുന്ന, ഒരു മാപ്പ് ഹർജ് എഴുതി കൊടുത്തിരുന്നുവെങ്കിൽ വേണമെങ്കിൽ പിൻവലിക്കാമായിരുന്നു എന്ന് അദ്ദേഹത്തോട് നിർദ്ദേശം പറയുമ്പോൾ മൗത്ത് ഓർ ജിന്ദഗി കാ ഫൈസല ജമീൻ മേ നഹി ഹോത്താ, മൗത്ത് കാ ഫൈസല ഹോത്താ ഹൈ ആസ്മാൻ മേ. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ഈ ഭൂമിയിൽ വെച്ചല്ല, അന്ന് ആകാശത്ത് വെച്ചാണെന്ന് ഒരു സാമ്രാജ്യത്വ കൊളോണിയൽ പദ്ധതിയെ എതിർക്കേണ്ടതിൻ്റെ പേരിൽ അന്ന് പറയാൻ ധൈര്യം കാണിച്ച, അതിൻ്റെ പേരിൽ തൂക്കുകയറാണ് അന്ന് പാകിസ്ഥാൻ ഭരണകൂടം വിധിക്കുന്നതെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു ദിഷണയുടെ, പരിണത പ്രജ്ഞയുടെ പേരാണ് സയ്യിദ് അബുൽ അലാ മൗദൂദി എന്ന് പറയുന്നത്. അതുകൊണ്ട് സയ്യിദ് മൗദൂദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹം ഒരു മുഫസ്സിറായിരുന്നു, അദ്ദേഹം ഒരു സീറ രചയിതാവായിരുന്നു, അദ്ദേഹം ഒരു ഫഖീഹായിരുന്നു, അദ്ദേഹം ഒരു ജേർണലിസ്റ്റായിരുന്നു. അദ്ദേഹം അതിനേക്കാൾ 1000-ലധികം വരുന്ന ലേഖനങ്ങളും 200-ലധികം വരുന്ന പുസ്തകങ്ങളും 2000-ലധികം വരുന്ന പൊതുപ്രഭാഷണങ്ങളും തൻ്റെ ജീവിതകാലത്ത് നിർവഹിച്ച അനിർവചനീയമായ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് സയ്യിദ് മൗദൂദിയോട് നേരെയുള്ള കെറുവ് തീർക്കാൻ, സയ്യിദ് മൗദൂദി രചിച്ചത്ര പുസ്തകങ്ങൾ പോലും വായിച്ചിട്ടില്ലാത്തവർ ശ്രമിക്കുന്നത് വളരെ ബാലിശമാണ് എന്ന് മാത്രമാണ് സയ്യിദ് മൗദൂദിയുടെ വ്യക്തിത്വം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ചരിത്ര പരിശോധന നടത്തുന്ന ഏതൊരാൾക്കും അത് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഇക്ബാലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി കരുതുന്ന ഒരു വളരെ വളരെ അടിസ്ഥാനപരമായൊരു നിമിഷമുണ്ട്. അല്ലാമ ഇക്ബാലിനെ കുറിച്ച് വൈത്താരി പറയുന്നവർ, മദ്ഹ് പറയുന്നവർ, അതല്ലെങ്കിൽ കൂടെ കൂടെ പുകഴ്ത്തി സംസാരിക്കുന്നവർ സയ്യിദ് മൗദൂദിയെ ആരാണ് യഥാർത്ഥത്തിൽ ദാറുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്? സയ്യിദ് മൗദൂദിയെ ഹൈദരാബാദിലുള്ള സയ്യിദ് മൗദൂദിയോട് അങ്ങ് പട്ടാൻകോട്ടിൽ ചൗധരി നിയാസ് അലി അഹമ്മദിൻ്റെ സ്ഥലത്തേക്ക് പോയി നിങ്ങൾ ഇസ്ലാമിക സേവനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി വരണം എന്നുള്ള ആവശ്യം പത്രപ്രവർത്തകനും മൂർച്ചയുള്ള തൂലികയുടെ ഉടമയുമായ സയ്യിദ് മൗദൂദിയോട് കത്തുകുത്തുകളിലൂടെ പറയുന്നത് സാക്ഷാൽ അല്ലാമ
മുഹമ്മദ് ഇക്ബാലായിരുന്നു. ആ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ കവിത്വം നിറഞ്ഞ വർണ്ണനയിലൂടെയും വാക്കുകളിലൂടെയും പറഞ്ഞ അതേ കാര്യങ്ങൾ തൻ്റെ തൂലികയിലൂടെ ലേഖനമായും തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ വർത്തമാനമായും സയ്യിദ് മൗദൂദി ഊന്നിപ്പറയുകയാണ് ചെയ്തത്. അന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്ലാമിനെ കുറിച്ചുണ്ടായിരുന്ന തെറ്റായൊരു വിഭാവനയെക്കുറിച്ച് അന്ന് ഇക്ബാൽ പറഞ്ഞിരുന്നത്, യേ മംലക്കത്തെ ഹിന്ദ് മേ എക് തറഫ തമാശ, ഇസ്ലാം ഹെ മഹബൂസ് മുസൽമാൻ ഹെ ആസാദ്. ഈ മംലക്കത്തെ ഹിന്ദ് മേ എക് തറഫ തമാശ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ ഒരു തമാശ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം ഹെ മഹബൂസ്, ഇസ്ലാം ഇവിടെ അടിമയാണ്. മുസൽമാൻ ഹെ ആസാദ്, നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ സ്വതന്ത്രരായി ജീവിക്കാം. നിങ്ങൾ പറയുന്ന ഇസ്ലാമിനെ തടവിലിട്ടുകൊള്ളണമെന്ന് 100 കൊല്ലങ്ങൾക്കിപ്പുറം നമ്മൾ കേരളത്തിൽ നിന്നും, അതല്ലെങ്കിൽ രവിചന്ദ്രന്മാരിൽ നിന്നും, അതല്ലെങ്കിൽ ആരിഫ് ഹുസൈൻമാരിൽ നിന്നും, ഹമീദ് ചേന്നമംഗലൂരിന്മാരിൽ നിന്നും, സാക്ഷാൽ പിണറായി വിജയനിൽ നിന്നും അത് കോട്ട് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയിൽ നിന്നും കേൾക്കുന്നത് ഇസ്ലാമിനെ തടവിലിട്ടുകൊണ്ട് നല്ല മുസ്ലിങ്ങളായി ജീവിച്ചുകൊള്ളൂ എന്നാണെങ്കിൽ, ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ഡിബേറ്റിന്, ലോക്കൽ മുസ്ലിം ഗ്ലോബൽ മുസ്ലിമിന് വിധേയമാകുന്ന വഴങ്ങിക്കൊടുക്കുന്ന ദർശനമല്ല ഇസ്ലാം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൻ്റെ ഭംഗിയെ മറ്റുള്ളവർക്ക് മുമ്പിൽ വിശദീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നത്. അതുകൊണ്ടാണ് ഒരു പള്ളി ലഭിച്ചാൽ, തീർച്ചയായും പള്ളി ലഭിച്ചാൽ എന്നുള്ളത് അന്ന് ഇക്ബാലിന് പറയാൻ പറ്റിയിരുന്നു. ഇന്ന് പള്ളിയെക്കുറിച്ച് പോലും ഹാ കഷ്ടമേ എന്ന് പറയേണ്ട കാലമാണ്. മെഹ്റോളി മസ്ജിദിനെ കുറിച്ചും യാൻവാപ്പി മസ്ജിദിനെ കുറിച്ചും ബാബരി മസ്ജിദ് വിധിയാനന്തര കാലത്തിരുന്ന് വർത്തമാനം പറയുന്നവരാണ് നമ്മൾ. പക്ഷെ അന്ന് ഇക്ബാൽ പറഞ്ഞത്, മുല്ലാക്കോ ജോ മസ്ജിദ് മേ സജദേ കെ ഇജാസത്ത് വോ നാദാ സമജ്താ ഹെ ഇസ്ലാം ഹെ ആസാദ്. മുല്ലാക്കോ ജോ മസ്ജിദ് മേ സജദേ കെ ഇജാസത്ത്, ഒന്ന് നമസ്കരിക്കാൻ ഒരു നമസ്കാരപ്പായയും വുളു എടുക്കാൻ ഒരു ഹൗലുങ്കരയും ലഭിച്ചാൽ ഓ നാദാ സമജ്താ ഹെ ഇസ്ലാം ഹെ ആസാദ്, ഇസ്ലാം എന്നുള്ളത് സ്വതന്ത്രമായെന്ന് കരുതുന്ന മൂടന്റെ ഇസ്ലാം, വിഡ്ഢിയുടെ ഇസ്ലാം, ഇത് പരിചയപ്പെടുത്തിയ ഇക്ബാലിന്റെ തൂലികയുടെ അതേ ധർമ്മമാണ് സയ്യിദ് മൗദൂദി തൻ്റെ തൂലികയിലൂടെ ജേർണലിസത്തിലൂടെ നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 933 വരെ വ്യത്യസ്ത സ്ഥാപനങ്ങളുടെയും പത്രപ്രവർത്തനങ്ങളുടെയും എഡിറ്ററായും വർക്ക് ചെയ്തിരുന്ന സയ്യിദ് മൗദൂദി, അതിനകം തന്നെ തൻ്റെ 27ാമത്തെ വയസ്സിനുള്ളിൽ അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്നുള്ള മഹാകൃതികൾ എഴുതിയിരുന്ന സയ്യിദ് മൗദൂദി 933 മുതൽ, അതായത് അദ്ദേഹത്തിൻ്റെ 30ാം വയസ്സ് മുതലാണ് തർജുമാനുൽ ഖുർആൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം പത്രസ്ഥാപനത്തിലൂടെ ഇസ്ലാമിൻ്റെ മാഭിനിയിലൂടെ, ഇസ്ലാമിൻ്റെ പ്രിസത്തിലൂടെ സാമൂഹിക രാഷ്ട്രീയ സന്ദർഭങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അതിൽ ഇന്ത്യൻ മുസ്ലിമിന് എങ്ങനെയാണ് ഈ കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള നിർണിതമായ ഉപാധികൾ എന്താണ് എന്നും അതിൻ്റെ പരിമിതികളെയും അതിൻ്റെ വിശാലതകളെയും ഒക്കെ വിശദീകരിച്ച് സ്ഥാപിച്ച പണ്ഡിതനായിരുന്നു. അതിൻ്റെയും എത്രയോ 9 കൊല്ലങ്ങൾക്കും 8 കൊല്ലങ്ങൾക്കും ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുന്നതിന് മുമ്പ് സയ്യിദ് മൗദൂദി എഴുതുന്ന 2 ലേഖനങ്ങളുണ്ട്. ആ കൊല്ലം ഇറങ്ങുന്ന 1941 ജൂലൈ മാസത്തിൽ ഇറങ്ങുന്ന ആ ലക്കത്തിൽ 2 ലേഖനങ്ങളുണ്ട്. ആ ലേഖനത്തിൽ ഒരു ലേഖനത്തിന്റെ പേര് ഹയ്യ അലൽ ഫലാഹ് എന്നാണ്. ഹയ്യ അലൽ ഫലാഹ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെടുത്തി അന്ന് നിലവിലുള്ള മുസ്ലിം സംഘടനകളോട് സയ്യിദ് മൗദൂദി പറഞ്ഞത് തന്നെയാണ്, ഇന്ന് നമ്മൾ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ലോകത്തോട്, ഈ നാടിനോട് പറയുന്നത് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന്. വിജയത്തിന്റെ നിദാനം ഇസ്ലാമാണ് എങ്കിൽ ആ ഇസ്ലാമിന്റെ കൊടിക്കൂറക്ക് കീഴിൽ അണിനിരക്കാൻ അതിൽ കുടുംബവും വ്യക്തിയും സമൂഹവും രാഷ്ട്രീയവും സമ്പത്തും ദേശീയവും ദേശാന്തരീയവുമായ വിഷയങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കുറവുമില്ലാതെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ആ ഇസ്ലാമിനെ പരിപൂർണമായി സമഗ്രമായി സാരസമ്പൂർണമായി അവതരിപ്പിക്കാനുള്ള ബാധ്യതയെ നിങ്ങൾ എടുത്തണിയണമെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് തൻ്റെ 8-8.5 കൊല്ലത്തെ ആ എഴുത്തുകൾക്ക് കാതോർത്ത് നിന്നിരുന്ന പണ്ഡിത കേസരികളെ മുൻനിർത്തിക്കൊണ്ട് സയ്യിദ് അബുൽ അല മൗദൂദി അതിനുശേഷം 941 ഓഗസ്റ്റിൽ ലാഹോറിൽ ഒത്തുകൂടുന്നതിൻ്റെ 1 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ തർജുമാനുൽ ഖുർആനിൽ ലേഖനം എഴുതുന്നത്. ആ ലേഖനം എഴുതുമ്പോൾ ആ കൂട്ടത്തിൽ മറ്റൊരു ലേഖനം കൂടിയുണ്ട്. ആ ലേഖനത്തിൻ്റെ പേര് എക് സാലിഹ് ജമാഅത്ത് കി സറൂറത്ത്,
ഒരു ഉത്കൃഷ്ട സംഘം നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഇസ്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇസ്ലാം എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ട്. ഇസ്ലാം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള സാമാന്യ ധാരണയുണ്ട്. പക്ഷേ ഇസ്ലാമായി എഴുന്നേറ്റ് നിൽക്കാൻ, ഇസ്ലാമിൻ്റെ ശബ്ദം ഉച്ചൈസ്തരം മുഴുക്കാൻ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളും നേരാവകാശികളും പിന്തുടർച്ചക്കാരുമായി സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് ലിതകൂനു ശുഹദാ അലന്നാസി കമാ യകൂന റസൂലു അലൈക്കും ഷഹീദ, പ്രവാചകന്മാർ എപ്രകാരമാണോ ആ ദൗത്യം നിർവഹിച്ചത് അതിൻ്റെ തുടർച്ചയായി നേരവകാശികളായി നിങ്ങൾ ഉണ്ടാകണമെന്ന് വിശദീകരിക്കുന്ന ഒരു ലേഖനം, ഏക് സാലിഹ് ജമാഅത്ത് കി സറൂറത്ത്, ഒരു ഉത്കൃഷ്ട സംഘം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. അതിലെ ലേഖനത്തിലെ ഒരു സെന്റൻസ് ഇങ്ങനെയാണ്: ഏക് സാലിഹ് ജമാഅത്ത് കി സറൂറത്ത് എന്നുള്ള ലേഖനത്തിൽ സയ്യിദ് മൗദൂദി പറയുന്നു, ഏക് ബാസലാഹിയത്ത് ഫിക്ർ കെ ലിയേ ഏക് ബാസലാഹിയത്ത് ഇജ്തിമാഇയത്ത് ചാഹിയേ. ഏക് ബാസലാഹിയത്ത് ഫിക്ർ കെ ലിയേ, ഒരു നല്ല ചിന്തയ്ക്ക് ഏക് ബാസലാഹിയത്ത് ഇജ്തിമാഇയത്ത് ചാഹിയേ, ആ ചിന്തയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഉത്കൃഷ്ട സംഘത്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അതായത് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ, ഇസ്ലാം കൊള്ളാമെന്ന് പറയാൻ, ഇസ്ലാമിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറയാനൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. പക്ഷേ അതിനൊത്ത് നിങ്ങളുടെ ജീവിതത്തെ നിർമ്മലവും വിശുദ്ധവും പരിഭാവനവുമാക്കി നിർത്തിക്കൊണ്ട് അതിനെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളത് അത് ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ ദൗത്യമായിട്ടല്ല സയ്യിദ് മൗദൂദി പറയുന്നത്. മറിച്ച് ഓരോ മുസ്ലിമും ഇസ്ലാമിനെ അതിൻ്റെ സാക്ഷാൽ വിശദീകരണത്തിലും നിർവചനത്തിലും മനസ്സിലാക്കുന്ന പക്ഷം അയാൾക്ക് ചേരാൻ ബാധ്യതയുള്ള സംഘത്തിൻ്റെ പേരായിട്ടാണ്. അത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ പേരല്ല. ആ പേര് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് പേര്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആ ഉറുദു പദത്തിനർത്ഥം ഇസ്ലാമിക കൂട്ടായ്മ എന്നാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ ഒരു സംഘത്തെ വിശദീകരിച്ചുകൊണ്ട് സയ്യിദ് മൗദൂദി അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രഭാഷണങ്ങൾ, പ്രസ്ഥാന സാഹിത്യങ്ങൾ എന്നുള്ള പേരിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന, എൻ്റെ മുമ്പിലുള്ള ഒരുപാട് പ്രസ്ഥാന പ്രവർത്തകർക്കൊക്കെ പരിചയമുള്ള പുസ്തകങ്ങൾ പലതും അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളാണ്. ഷഹാദത്തെ ഹക്ക്, അതുപോലെ തന്നെ സത്യസാക്ഷ്യം, സത്യമാർഗം, രക്ഷാസരണി, ഇസ്ലാമും ജാഹിലിയ്യത്തും, ഖുത്തുബാത്ത്, ഇതൊക്കെയും സയ്യിദ് മൗദൂദി ഇസ്ലാമിനെ അതിൻ്റെ ലളിതമായ ഭാഷയിൽ വ്യക്തമായ ഉദാഹരണങ്ങളോടുകൂടി മുസ്ലിം പ്രജ്ഞകളോട് വിശദീകരിക്കാൻ ശ്രമിക്കുകയും അതേസമയം ആ പൊതുസമ്മേളനങ്ങളിൽ മുസ്ലിമുകളോട് മാത്രമല്ല ആ സമ്മേളനത്തിൽ അണിനിരന്ന സർവ്വമതസ്ഥരോടും നടത്തിയ പ്രബോധനമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് സയ്യിദ് മൗദൂദിയുടെ പ്രവചനങ്ങൾ, സയ്യിദ് മൗദൂദി സത്യസാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ നമ്മൾ പറയുന്ന ഷഹാദത്തെ ഹക്ക് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കുന്ന പക്ഷം നിങ്ങൾ നിങ്ങളുടെ വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഇസ്ലാമിൻ്റെ ലിതകൂനു ശുഹദാ അലന്നാസ് എന്നുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആ സാക്ഷ്യത്തെ നിങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന പക്ഷം ഏക് ദിൻ വോ ആയേഗാ ഹത്താ കെ ഏക് ദിൻ വോ ആയേഗാ ജബ് കമ്മ്യൂണിസം ഖുദ് മോസ്കോ മേ അപ്നെ തഹഫുസ് കെ ലിയേ ജഗഹ് പാനെ മേ ആജിസ് ഹോഗി. ഒരു ദിവസം വരാനുണ്ട്, അതല്ലെങ്കിൽ സർമായദാറാന ഡെമോക്രസി അപ്നെ ജോ തഹഫുസ് കെ ലിയേ ജഗഹ് പാനെ മേ ആജിസ് ഹോഗി. എപ്രകാരമാണോ മുതലാളിത്ത ഡെമോക്രസി അതിൻ്റെ ഉത്തുംഗതയിൽ തിളച്ചു നിന്നിരുന്നത്, സയ്യിദ് മൗദൂദി പറയുന്നു, ഒരു കാലം വരാനുണ്ട് അന്ന് സാമ്രാജ്യത്വ ഡെമോക്രസിക്ക് സ്വന്തം വാഷിംഗ്ടണിൽ പോലും അഭയമില്ലാതെ ഉഴലുന്നൊരു കാലം വരാനുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിന് മോസ്കോയിൽ തന്നെ ചരമഗതി പ്രാപിക്കേണ്ടി വരുന്നൊരു കാലം വരാനുണ്ട്. ഇന്ത്യയിലെ ബ്രാഹ്മണന്മാർക്കും അതുപോലെ തന്നെ ജർമ്മനിയിലെ നാസികൾക്കും അന്ന് വംശവിശുദ്ധിയിൽ വിശദീകരിച്ചിരുന്ന, സ്വന്തം ആദർശത്തെ വിശദീകരിച്ചിരുന്നവരോട് സയ്യിദ് മൗദൂദി പറഞ്ഞു, സ്വന്തം ജാതിയെക്കുറിച്ച്, സ്വന്തം വർണ്ണത്തെക്കുറിച്ച്, ആദിമ തനിമയും ആദിമ വിശുദ്ധിയും അവകാശപ്പെടുന്ന ഏതൊരു കൂട്ടർക്കും അന്ന് നിങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി സംസാരിച്ചാൽ അവരുടെ വാദങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ലാത്തൊരു കാലം വരും. എത്രത്തോളം എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനെ തിരിച്ചറിയുമെന്ന്. ആ ഇസ്ലാമിനെ തിരിച്ചറിയുന്ന പക്ഷം നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് ഈ കയറുകളെയും ഈ വടികളെയും കണ്ട് പാമ്പുകളെന്ന് കരുതി നമ്മൾ വിഡ്ഢികളായത്. കാരണം കയ്യിൽ മൂസയുടെ വടിയിരിക്കുകയാണല്ലോ. കക്ഷത്ത് മൂസയുടെ വടിയിരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ മായാജാലം കൊണ്ട് വടിയും കയറുകളും പാമ്പും
പാമ്പുകളായി ഇഴയുന്നത് കണ്ട് ഭ്രമിച്ചുപോയ ദിഷണകളാണല്ലോ നമുക്കെന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ മൂഢന്മാരായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്ന കാലം വരുമെന്ന് ഇസ്ലാമിൻ്റെ യഥാർത്ഥ സത്യസാക്ഷി നിർവഹണം നിർവഹിക്കുന്ന വ്യക്തികളെക്കുറിച്ച്, അങ്ങനെ പുലരുന്ന കാലത്തെക്കുറിച്ച് സയ്യിദ് മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സയ്യിദ് മൗദൂദി വിശദീകരിച്ച ആ പാഠങ്ങൾ, അതല്ലെങ്കിൽ സയ്യിദ് മൗദൂദിയിൽ നിന്ന് ദീപശിഖ കൊളുത്തിയെടുത്തുകൊണ്ട് ഇന്ത്യൻ ഇസ്ലാമിക പ്രസ്ഥാനം 948 ശേഷം ഇന്ത്യയിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിന് കീഴിൽ അതിൻ്റെ മുൻഗണനകളായി നിശ്ചയിച്ച ദഅവത്താകട്ടെ, ഇസ്ലാഹാകട്ടെ, തർബിയത്താകട്ടെ, ജനസേവനമാകട്ടെ, അതല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകർക്കുമേൽ ചുമത്തുന്ന അതിൻ്റെ നിരന്തരമായ, ഇപ്പോൾ പോലും ഫൈസൽ സാഹിബ് ഇവിടെ ഒരു സമ്മേളനം നടത്തുമ്പോൾ അത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി, ഇവിടെ നടത്തുന്ന സമ്മേളനത്തിന് വേണ്ടി നിങ്ങളോട് കുറച്ച് പണം ആവശ്യപ്പെട്ടു. അതായത് സ്വന്തം പ്രവർത്തകരിൽ നിന്ന് പണം ആവശ്യപ്പെടുന്ന ആ ഒരു പ്രക്രിയക്ക് പോലും സയ്യിദ് മൗദൂദി വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അൽ ഇൽമു ഖബ്ലൽ അമൽ. നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ അണിചേർന്നു? എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് ബാധ്യസ്ഥതയുണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങളുടെ വാച്യവും കർമ്മണികവുമായ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്കുമേൽ ഇസ്ലാമിനെ മുൻനിർത്തി ബാധ്യതയാകുന്നു എന്ന് ചോദിച്ച അൽ ഇൽമു ഖബ്ലൽ അമൽ. എന്തുകൊണ്ട് മുസ്ലിമായിരിക്കാൻ നിങ്ങൾക്ക് അറിവിൻ്റെ ആവശ്യകത എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ഖുത്തുബാത്തിലെ നമസ്കാരത്തെയും നോമ്പിനെയും ഹജ്ജിനെയും സക്കാത്തിനെയും ഷഹാദത്തിനെയും ഒക്കെ വിശദീകരിക്കുന്നതിന് മുമ്പ് സയ്യിദ് മൗദൂദി അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തെ അറിയുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടരുകളിലേക്ക് ഇറങ്ങി അതിൻ്റെ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന പക്ഷം നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ ദഅവത്ത് നിർവഹിക്കാനുണ്ടാകും. ആ ദഅവത്ത് എന്നുള്ളത് നമ്രൂദിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞ, അതുപോലെ തന്നെ ഫിറഔനിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞ മർദ്ദക ഭരണകൂടങ്ങൾക്ക് നേരെ മുട്ടിടിക്കാതെ, അഫ്ളലുൽ ജിഹാദി കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജായിർ, ഒരു മുട്ടിടിയുമില്ലാതെ, ഒരു നട്ടെല്ല് വളയ്ക്കാതെ മനുഷ്യർക്ക് മുമ്പിൽ അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞ് അങ്ങ് അധികാരത്തിൻ്റെ പ്രമത്തത ബാധിച്ച് അങ്ങേയറ്റത്തെ ദുഷ്ടലാക്കോടുകൂടി നിൽക്കുന്ന അധികാര ദുഷ്പ്രഭുത്വത്തോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ അന ഉഹയി വ ഉമീദ് എന്ന് നമ്രൂദ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഇവിടെ കൊല്ലാൻ സാധിക്കും, വേണമെങ്കിൽ ജയിലിൽ അടക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന, ഈ ലോകത്ത് എല്ലാ ചരാചരങ്ങളും, സൂര്യനും ചന്ദ്രനും വായുവും ഈ ലോകം തന്നെയും ക്രമപ്പെട്ട് കിടക്കുന്ന ഒരു വ്യവസ്ഥയോട് നിങ്ങൾക്ക് നീതി എന്ന് പറയുന്ന ആശയത്തിൻ്റെ താല്പര്യമായി നിങ്ങൾക്ക് വിധേയപ്പെടാൻ ബാധ്യതയുണ്ട് എന്ന് മനുഷ്യരോട് പറയുന്ന ഒരു ദർശനത്തിൻ്റെ പേരാണ് ഇസ്ലാമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഇവിടെയുള്ളവരോട്, ഈ നാട്ടുകാരോട് ദഅവത്തിൻ്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദഅവത്തിൻ്റെ പേരിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. എപ്രകാരം ഈ ലോകത്തിന് വെള്ളവും വായുവും സൂര്യപ്രകാശവും എപ്രകാരം ഒരുപോലെ അർഹതപ്പെട്ടതാണ് എങ്കിൽ ഈ ലോകത്തിലെ ഓരോ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്. അവരുടെ ദിവ്യബോധനത്തിൻ്റെ, അതല്ലെങ്കിൽ അവരുടെ സത്യ സന്മാർഗത്തിൻ്റെ ഭാഗമായി അവർക്ക് അനിവാര്യമായും ലഭിക്കേണ്ടുന്ന വേദവെളിച്ചം, പ്രവാചകന്റെ സന്മാർഗ ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നേരെ ഇത് പരിചയപ്പെടുത്തുന്നതിൽ, മറ്റുള്ളവരിലേക്ക് പടരുന്നതിൽ, മറ്റുള്ളവർക്കത് വിശദീകരിച്ചു കൊടുക്കുന്നതിൽ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരോട് ആദ്യമായി ഇസ്ലാമിക പ്രസ്ഥാനം പറയുന്നത്, ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടുകാരോട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരല്ലാത്തവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന് 75 കൊല്ലത്തെ ചരിത്രമുണ്ട് എങ്കിലും അതിൻ്റെ പ്രസ്ഥാന ചരിത്രം, അതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പഴക്കം എന്നുള്ളത് ഓരോ 4 കൊല്ലവുമാണ്. 4 കൊല്ലത്തിനപ്പുറം ഈ പ്രസ്ഥാനം പഴകാൻ ഈ പ്രസ്ഥാനം അതിനെ അനുവദിക്കാറില്ല. അതുകൊണ്ടാണ് ഈ മിക്കാത്ത് തുടങ്ങുന്ന, ഈ പ്രവർത്തന കാലയളവ് തുടങ്ങുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ കേന്ദ്ര അമീർ പത്രങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രസ് റിലീസ് നടത്തിക്കൊണ്ട് അതിൻ്റെ മിക്കാത്തി പ്ലാനുകൾ, അതിൻ്റെ ടേം പ്ലാനുകൾ വിശദീകരിക്കുന്നത്, അതിൽ പറയുന്ന കാര്യങ്ങൾ ഈ നാടിന് നേരെ ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിനെ പ്രതലമായി ചവിട്ടി നിന്നുകൊണ്ട്, ഈ ആകാശത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. ജമാഅത്ത് ഇസ്ലാമി ഈ വിശദീകരണ സമ്മേളനം പോലും യഥാർത്ഥത്തിൽ ഇപ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള
പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു ഊന്നലിന് കീഴിൽ വരുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി നടത്തുന്ന ഇസ്ലാമോഫോബിയ പ്രചരണങ്ങളെ ചെറുക്കുമെന്ന് അതിൻ്റെ പോളിസി പ്രോഗ്രാമിൽ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾക്കേവർക്കും, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ലഭ്യമായ ഒരു ലഘുപുസ്തകമാണത്. എങ്കിൽ ഇന്ന് നമ്മൾ നടത്തുന്ന ഏതു പ്രോഗ്രാമും, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏത് കാര്യത്തിന് പിന്നിലും അൽ ഇൽമു ഖബ്ലൽ അമൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം അതിന് വഴിവെളിച്ചമായി അതിന് പിന്നിലെ ആവശ്യമായ ഒരു അറിവുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു തുട്ട് നാണയത്തിന് പോലും, നിങ്ങൾ കൊടുക്കുന്ന ബൈത്തുൽ മാലിന് പോലും, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ കൊടുക്കുന്ന 1%, 2% ബൈത്തുൽ മാലിനെ കുറിച്ച് പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് അൽ ഇൽമു ഖബ്ലൽ അമൽ. നിങ്ങൾ എന്തിനത് കൊടുക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ ഗുജറാത്തിയിലും ഗുരുമുഖിയിലും പഞ്ചാബിയിലും നവായത്തിയിലും ബ്യാരിയിലും തുളുവിലും തമിഴിലും ഒക്കെയുള്ള വ്യത്യസ്തമായ ഖുർആൻ പരിഭാഷകൾ ഏതെങ്കിലും ഒരു വിശ്വാസി ഇരുന്ന്, ഏതെങ്കിലും ഒരു ഇസ്ലാമിനെ പരിചയപ്പെടാനിരിക്കുന്ന ഒരാൾ അങ്ങ് ഗുജറാത്തിൽ, അങ്ങ് പഞ്ചാബിൽ, അങ്ങ് മറാത്തി ഭാഷയിൽ മഹാരാഷ്ട്രയിൽ ഇരുന്ന് വായിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ബൈത്തുൽ മാൽ കൊണ്ട് അങ്ങനെ ഒരു മർക്കസി മക്തബെ ഇസ്ലാമിയുടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് എനിക്ക് കൂലി ലഭിക്കുന്നുണ്ട് എന്നുള്ള അൽ ഇൽമു ഖബ്ലൽ അമൽ എന്നുള്ളത് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി ഇതിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അവശ്യ ഇന്ധനമായി നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ അതിനെക്കുറിച്ച് കരുതുന്നത്. അതുകൊണ്ട് ഒരു ഇസ്ലാമോ ഫോബിക്കായ ഒരു അന്തരീക്ഷത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് നേരെയുള്ള വിമർശനങ്ങൾ ജമാഅത്ത് ഇസ്ലാമി മാത്രം മറുപടി പറഞ്ഞു പോയി, നമ്മൾ മാത്രം കേട്ട് ഇത് തീർക്കാവുന്ന എന്തോ ഒരു പ്രൊജക്റ്റാണ് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കുന്നില്ല. ലോകം അങ്ങനെയാണ്. ലോകത്ത് 920-കൾക്ക് ശേഷം 995 വരേക്കെങ്കിലും കരുതപ്പെട്ടിരുന്ന ലോകത്ത് കമ്മ്യൂണിസത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും എതിർമുഖമായി നിലനിന്നുകൊണ്ടിരുന്ന ആ ഡിബേറ്റ് സാമുവൽ പി ഹണ്ടിങ്ടണിൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ലേഖനങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ വേറൊരു ശത്രുവില്ല. നമുക്ക് തകർക്കാനുള്ളത്, നമുക്കെതിരിടാനുള്ളത് ഇനി മൂല്യങ്ങളുള്ള സംസ്കൃതിയുമായിട്ടാണ്. മുസ്ലിംസ് മേ ബി ഇൻഫീരിയർ അബൌട്ട് ദെയർ പൊളിറ്റിക്സ് ബട്ട് ദേ ആർ സുപ്പീരിയർ അബൌട്ട് ദെയർ കൾച്ചറൽ വാല്യൂസ്. ഹണ്ടിങ്ടൺ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ സ്വയം നിലക്ക് അവരുടെ രാഷ്ട്രീയ അധികാരമില്ലാത്തവരായിരിക്കാം, പക്ഷേ അവർ അവരുടെ സംസ്കൃതിയെ സംബന്ധിച്ച്, അവരുടെ മൂല്യങ്ങളെ സംബന്ധിച്ച്, അവരുടെ മഹിതമായ ചരിത്രത്തെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ട് എങ്കിൽ ആ നടവഴിയെ തിരിഞ്ഞു നടക്കാൻ സാധ്യതയുള്ളതാണ് അവർ എങ്കിൽ അവരെയാണ് ടാർഗറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നും അവരോട് മാത്രമാണ് നമുക്കിനി ഒരു എതിർമുഖമുള്ളത് എന്നുള്ളിടത്തു നിന്നും വികസിക്കുന്നതാണ് 2001 പെൻറ്റഗൺ ട്വിൻ ടവർ ആക്രമണത്തിന് ശേഷം ഇന്ന് 2025 വരേക്കുമുള്ള 24 വർഷത്തെ അഭിനവ പുതിയ കാലത്തെ ഇസ്ലാമോഫോബിയെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തൻ്റെ ഇടത്തോടുകൂടി വല തസ്മ ഉന്ന, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും, ഇത് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് വിരുദ്ധമായ ചേരികളിൽ പരസ്പരം ശത്രുക്കളായി തങ്ങളെ തന്നെ കരുതിപ്പോന്നവർ ഇസ്ലാമിനെതിരെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കെതിരെയും ഒരുമിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഫലമ്മാ റഅൽ മുഅ്മിനൂന അൽ-അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖ അല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ. എല്ലാവരും എന്താണ് തങ്ങൾക്കെതിരെ, എല്ലാവരും എന്താണ് ഞങ്ങളെ മാത്രം ഒതുക്കി നിർത്തി സംസാരിക്കുന്നത്, ഞങ്ങളെ മാത്രം നാട്ടക്കുറിയാക്കി വേട്ടയാടുന്നതെന്ന് നിങ്ങൾ വിശ്വാസികൾ കണ്ടാൽ അവര് പറയുന്നത് അല്ലാഹുവും റസൂലും പറഞ്ഞ വഅദിന്റെ വാഗ്ദാനത്തിന്റെ സാക്ഷാത്കാരമാണത്. അല്ലാഹുവും റസൂലും പറഞ്ഞതിന്റെ സത്യസാക്ഷാത്കാരമാണത്. വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ. നിങ്ങളുടെ വിശ്വാസവും സമർപ്പണവും ഏറുക എന്നുള്ളതല്ലാതെ കുറയുക എന്നുള്ള ഒരു ഓപ്ഷനേ ഇല്ല എന്നുള്ളതാണ്. പ്രതിസന്ധിക്കാലത്തും ഗസ നമ്മളോട് പറയുന്നത് അതാണ്, ഫലസ്തീൻ നമ്മളോട് പറയുന്നത് അതാണ്. നിങ്ങളുടെ ഇല്ലായ്മയും പോരായ്മയും വല്ലായ്മയും നിങ്ങൾക്ക് കൂടിക്കൂടി വരുമ്പോഴാണ് നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ പ്രവർത്തനവും പ്രാർത്ഥനയും അധികമായി പടച്ചവനിലേക്ക് പോകുന്നതെന്നും അതിൻ്റെ റിഫ്ലക്ഷനായി, അതിൻ്റെ പ്രതിഫലനമായി ഭൂമിയിൽ തന്നെയും നിങ്ങളോടൊപ്പം വലില്ലാഹി ജുനൂദു സമാവാത്ത്, അള്ളാഹുവിന് ആകാശത്തുണ്ട് ചില സൈന്യമെങ്കിൽ വൽ അർള്, ഭൂമിയിലും ചില സൈന്യങ്ങളുണ്ട് എന്ന് പടച്ചവൻ പറയുന്ന മനുഷ്യർ അള്ളാഹുവിൻ്റെ ആദർശത്തെ അതിമനോഹരമായി സാക്ഷാത്കരിക്കുന്ന, ജീവിതത്തിലേക്ക് എടുത്തണിയുന്ന നേർസാക്ഷ്യമാണ് ഇന്ന് 2025
നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ അപ്പരാറ്റസുകളുള്ള, ഏറ്റവും വലിയ തീതുപ്പുന്ന പേമാരി വർഷങ്ങളുള്ള, മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ എന്ന് അവർ മനസ്സിലാക്കുന്ന വ്യത്യസ്തമായ താടുകളും അതുപോലെ തന്നെ അയൺ ഡോമുകളും ഉപയോഗിച്ചു പോലും തകർക്കാനാകാത്ത പ്രതിരോധമുണ്ട് എങ്കിൽ അതിനു പിന്നിലുള്ള ഇന്ധനത്തിന്റെ പേര് ആദർശക്ഷമതയാണ്. അത് ഇസ്ലാമിന്റെ അതിജീവന ശേഷിയാണ്. അത് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആശയമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഷെയ്ഖ് മർഹൂം ഖർലാവി സാഹിബ് അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹം എഴുതുന്ന ഒരു കവിതയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, സബർന ഇലാ അൻ മല്ല മിൻ സബരിന സബ്റു ഫഖുൽന ഗദൻ ഔ ബഅദഹു യൻജലിൽ അംറു. സബർന, ഞങ്ങൾ സബർ ചെയ്തു. എത്രത്തോളം സബർ ചെയ്തു? ഇലാ അൻ മല്ല മിൻ സബരിന സബ്റു, ഞങ്ങളുടെ സബർ കണ്ടിട്ട്, സബർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ അതിനു പോലും സബർ പോയി. ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ക്ഷമ കെടുവോളം ഞങ്ങൾ ക്ഷമിച്ചു. ഫഖുൽന, പക്ഷെ ഞങ്ങൾ ഈ ലോകത്തെ സാക്ഷ്യം നിർത്തി പറഞ്ഞു, ഗദൻ, നാളെ, ഔ ബഅദഹു, അല്ലെങ്കിൽ മറ്റന്നാൾ, യൻജലിൽ അംറു, സത്യം പുലരാനുള്ളതാണ്, മിഥ്യ തകരാനുള്ളതാണ്. ഖുൽ ജാഅൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക, മിഥ്യയുടെ തീരാനാശത്തെക്കുറിച്ചും അതല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുകി വരുന്ന നുരകളെയും പതകളെയും അത് നൈമിഷികമാണ് എന്നുള്ളതിനെ കുറിച്ചും വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങളാണ് നമ്മളുടെ സ്രോതസ്സിന്റെ ഊർജത്തിന്റെ പ്രഥമ സ്രോതസ്സെങ്കിൽ നമ്മൾ ഇത് ഏത് ശത്രുമുനമ്പിലും എല്ലാവരും സർവ്വസന്നാഹങ്ങളുമായി ഒരുമിച്ചാൽ അവിടെ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് ഗസ. അതുകൊണ്ടാണ് സിൻവാറില്ലാത്ത, അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയയില്ലാത്ത, ആരാണ് തങ്ങളുടെ നേതാവെന്ന് പ്രാശസ്യമായി പ്രഖ്യാപിക്കാത്ത ഹമാസിന് മുന്നിൽ വീണ്ടും അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നത് എങ്കിൽ ഇനിയും അവർ തുടരുന്ന കബന്ധങ്ങൾക്ക് മേലെയുള്ള വലിയ നരനായാട്ട് തുടർന്നാലും ഇനിയും നമ്മൾ ചെറുക്കുമെന്നും ഇനിയും നമ്മൾ നിൽക്കുമെന്നും ലോകത്തോട് അതെത്ര വലിയ വേദികളായാലും എത്ര തന്നെ സെറ്റിൽമെന്റ് വേദികളായാലും അവരോട് യാ ഹൈഅത്തൽ ഉമമില്ലത്തി ലാ നർതജി മിൻകിൽ ഇഗാസത ഇന്ന വജ്ഹകി അക്ബറു, അല്ലയോ ഐക്യരാഷ്ട്ര സഭയെ നോക്കിക്കൊണ്ട് കവി പറയുന്നുണ്ട്, യാ ഹൈഅത്തൽ ഉമം, അല്ലയോ UN, ഇന്ന വജ്ഹകി അക്ബറു, നിന്റെ മുഖം പൊടിപുരണ്ടതാണ്. ഇന്ന വജ്ഹകി അക്ബറു, കബന്ധങ്ങൾ കുഴിച്ചു പൂടുന്നിടത്ത് മധ്യസ്ഥത വഹിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു റോളുമില്ലാത്ത കൂട്ടരെന്ന് പണ്ട് ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുമ്പുണ്ടായിരുന്ന സർവലോക കശ് ബോഡിയെ കുറിച്ച് അല്ലാമ ഇക്ബാൽ പറഞ്ഞതുപോലെ കബന്ധങ്ങൾ വീതം വെക്കുന്നിടത്തല്ലാതെ മനുഷ്യരുടെ ഹ്യൂമാനിറ്റിയെ കുറിച്ച്, ലിബറൽ ഡെമോക്രസിയെ കുറിച്ച് ലോകം ഇന്ന് എതിർമുഖത്ത് നിർത്തിയിട്ടുള്ള, പോർമുഖത്ത് നിർത്തിയിട്ടുള്ള ആശയമായി ഹണ്ണിങ്ടൺ വിശദീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇനി നമ്മൾ ലിബറൽ ഡെമോക്രസിയുടെ കാലത്താണ്. നമുക്കില്ലായ്മ ചെയ്യാനുള്ളത് റിലീജിയസ് വാല്യൂസിനെയാണ്. നമുക്കില്ലായ്മ ചെയ്യാനുള്ളത്, തച്ച് തുടക്കാനുള്ളത്, നമുക്ക് തീർപ്പാക്കാനുള്ളത് റിലീജിയസ് വാല്യൂസിനെയാണ്. എങ്കിൽ ഏത് റിലീജിയസ് വാല്യൂസ് ആണ് പ്രിയപ്പെട്ടവരെ? ഇസ്ലാം ഈ ലോകത്തോട് പറയുന്ന, ഇസ്ലാം ഈ ലോകത്തിൻ്റെ ഓരോ കോണിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, കുടുംബത്തിലും സംസ്കാരത്തിലും അതുപോലെ തന്നെ നമ്മളുടെ വാല്യൂസ് പൂർണ്ണമായി പാലിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിൻ്റെ ഈ സ്വപ്നത്തെ തീർച്ചയായും മറ്റുള്ളവർ നാട്ടക്കുറിയാക്കി വെക്കുന്നുണ്ടെങ്കിൽ അത് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് അരികിലൂടെ പോകുന്ന ഒരു വെടി മാത്രമാണ്. മറിച്ച് ഫലമ്മാർ അൽ മുഅ്മിനൂന അൽ അഹ്സാബ്, വിശ്വാസികൾ ആ നിലയിൽ അതിനെ കാണാൻ ബാധ്യസ്ഥരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മൾ നാട്ടുകാരോടുള്ള, ഈ ലോകത്തോടുള്ള, അതുപോലെ തന്നെ ഇന്ന് ലോകം മുഴുവൻ അതിൻ്റെ സ്വാതന്ത്ര്യവും അതിൻ്റെ സമാധാനവും അതിൻ്റെ ലിബറൽ ഡെമോക്രസിയും പറഞ്ഞാൽ അതെത്രമാത്രം കള്ളമാണ് എന്ന് ഒരു 470 അപ്പുറം ദിവസങ്ങൾ, 15 മാസങ്ങളിലപ്പുറം കാലങ്ങൾ കഴിഞ്ഞൊരു കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നു, ഹു ഈസ് ഹ്യൂമൻ ഇൻ ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിലെ ഹ്യൂമൻ എന്നുള്ളത് ആരാണ്? ആ നിർവചനത്തിൽ ആരാണ് വരുന്നത്? ആരെക്കുറിച്ചാണ് നിങ്ങൾ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്? ആരെക്കുറിച്ചാണ് നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ സ്റ്റക്ക് ചെയ്യപ്പെട്ടവർ എന്നും ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ലാത്തവരെന്ന് പറയുമ്പോൾ എത്രമാത്രം കപടമാണ് ഈ ലോകം എന്നുള്ളതിനെ കുറിച്ച് ലോകത്തോട് പേർത്തും പറയേണ്ടുന്ന ബാധ്യതയുള്ളവരായിട്ടാണ് നമ്മൾ ഈ സന്ദേശത്തെ നമ്മളുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് വിടർത്തി അതല്ലെങ്കിൽ വിശദീകരിച്ച് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കാനും നമ്മളുടെ ഈ അവസരം അങ്ങനെ തന്നെയാണ്. എന്നാണ് പണ്ട് കവി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. തീയൊന്നാഞ്ഞു കത്തിയാൽ
ഊതിന് ചെയ്യാൻ പറ്റുന്നത്, ഊതുമരത്തിന് ചെയ്യാൻ പറ്റുന്നത് കുറെ കൂടി ശോഭയോടുകൂടി അത് കത്തി സുഗന്ധം കൊടുക്കുക എന്നുള്ളതാണ്. പ്രസ്ഥാന കവി ആമിർ ഉസ്മാനി പറയുന്നുണ്ട്, മുജെ ഖബർ ഹേ മേ ജാനതാ ഹൂം, മുझे खबर है मैं जानता हूँ ये दौर है आग का समंदर. അല്ലാമ ഇക്ബാലിൽ നിന്ന് പ്രചോദിതനായി ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കവി ആമിർ ഉസ്മാനി പറയുന്നുണ്ട്, മുझे खबर है എനിക്കറിയാം, मैं जानता हूँ എനിക്ക് തിരിച്ചറിവുണ്ട്, ये दौर है आग का समंदर ഒരു തീയുടെ സാഗരം, ഒരു അഗ്നിയുടെ കടലാണ് ഈ കാലം. പക്ഷേ മഗർ ഹമേ ഇഷ്ക് കാ സഫീന ഇസി കെ മൗജോ പേ ഹേ ചലാന, ഇഷ്കിന്റെ കപ്പലോടിക്കേണ്ടത് ഈ അഗ്നി സമുദ്രത്തിന്റെ മുകളിലൂടെയാണ് എങ്കിലും അതേ ദൗത്യം തുടരാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം. ആ നിർവഹണത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന ആശംസയിലും പ്രാർത്ഥനയിലും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.